രാവിലെ ഇന്നും 4 മണിക്ക് എഴുന്നേറ്റ് യോഗയൊക്കെ ചെയ്തോ കൃത്യമായി? അതിനിതുവരെ മുടക്കമൊന്നുമില്ലല്ലോ. ദിനചര്യയിൽ യോഗ, നടപ്പ്, യോഗ ഇത് രണ്ടും ദിനചര്യ. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ താൽക്കാലികമായ സെഷൻ ഇന്ന് പിരിയും. അതിനുശേഷം ഇനി മാർച്ചിൽ കൂടാൻ പോവുകയാണ്. അപ്പോ വിഴിഞ്ഞത്തെക്കുറിച്ച് നല്ല വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നല്ല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിഴിഞ്ഞം ട്രാക്കിലായി കഴിഞ്ഞു അല്ലേ? ഇതിനോടൊപ്പം തന്നെ 167 ഷിപ്പുകൾ വന്നു. 3,92,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഇത്രയേറെ സ്ഥാപിത ശേഷിയുടെ ഏതാണ്ട് 94% സാധ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി 2, 3, 4 ഘട്ടങ്ങൾ കൂടി വന്ന് 2028 കമ്മീഷൻ ചെയ്യുമ്പോഴേക്ക് നാം അതിന്റെ പൂർണ്ണ ലക്ഷ്യത്തിലെത്തിച്ചേരും. അതോടുകൂടി നമുക്ക് അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്നു എന്നതാണ് വിഴിഞ്ഞം പൂർണ്ണമായി സാധ്യമാകുന്നതോടുകൂടി ലോകരംഗത്ത് നമുക്ക് കിട്ടുന്ന അംഗീകാരം. ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്ര സർക്കാർ തരാതെ പോയത് ഒരു തിരിച്ചടിയാവില്ല. സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടെത്തും എന്നുള്ളതാണ്. നിശ്ചയമായും. കാരണം ഇത്രയും കാര്യങ്ങൾ എത്തിക്കാതെ പിന്നെ 811.80 കോടി രൂപയാണ് ഈ VGF കിട്ടുമെന്ന് പറയുന്നത്. ഇനി അതിന്റെ പേരിൽ ഒരു പദ്ധതി മുടങ്ങേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. ഏതായാലും അത് വാങ്ങിക്കിട്ടും. ഇനിയും നമ്മുടെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അയച്ച കത്ത് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിന്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല. ധനമന്ത്രാലയത്തിന്റെ മറുപടി നേരത്തെ വന്നിരുന്നു. യഥാർത്ഥത്തിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ എംപവേർഡ് കമ്മിറ്റി ശുപാർശ ചെയ്ത വിഷയമാണ് VGF. ഇതൊരു ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഇത് തൂത്തുക്കുടി തുറമുഖത്തിന് 1,240 കോടി രൂപ കൊടുത്തപ്പോൾ നമുക്കുള്ളൊരു സിംഗിൾ പൈസ തന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് തന്ന ലോണായിട്ടും അവർക്ക് തന്ന ഗ്രാന്റായിട്ടും. അവിടെയാണ് ഈ വിവേചനം എന്ന് നമ്മൾ എടുത്തു കാണുന്നത്. മറ്റേ സഹകരണ മേഖലയുടെ കാര്യത്തിൽ ഇന്നൊരു വാർത്ത വായിച്ചു വന്നു. സഹകരണ മേഖലയിൽ കൂടുതൽ നിക്ഷേപകരുടെ എണ്ണം കൂടി, നിക്ഷേപം കൂടി. കരുവന്നൂരും കുണ്ടന്നൂരും ഒന്നും ആ അർത്ഥത്തിൽ ഒരു പ്രശ്നമില്ല. കരുവന്നൂരിന്റെ ഒരു രസകരമായ കാര്യം, ഇപ്പോ വലിയ വാർത്തയും വിവാദങ്ങളെല്ലാം സംസ്ഥാനത്ത് വന്നല്ലേ, 145 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു കരുവന്നൂർ. അതൊരു വാർത്തയാണ്, നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട ഒരു വാർത്തയാണ്. 145 കോടി അല്ലേ? അന്നെല്ലാരും പറഞ്ഞത് എല്ലാം തകർന്ന് തീർന്നു പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇനി 1 ലക്ഷം രൂപ വരെയുള്ള ഒരാൾക്ക് പോലും 1 രൂപ കൊടുക്കാനില്ല. 1 ലക്ഷം രൂപ വരെ വായ്പയുള്ള എല്ലാവരുടെയും നിക്ഷേപമുള്ള ആൾക്കാരുടെ മുഴുവൻ പൈസയും കൊടുത്തു കഴിഞ്ഞിരുന്നു. അപ്പൊ 145 കോടി രൂപ ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞെങ്കിലിന്റെ അർത്ഥം സഹകരണ മേഖലയുടെ കരുത്ത് തന്നെയാണ്. അവിടെ നല്ലൊരു വിധത്തിലുള്ള കൺസോർഷ്യം രൂപീകരിച്ചു, ഗവൺമെന്റും സഹായിച്ചു, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വന്നു. അപ്പോൾ സാധാരണ നിലയിലേക്ക് ആ ബാങ്കിന്റെ പ്രവർത്തനം വന്നു. അവർ നിക്ഷേപം കിട്ടിത്തുടങ്ങി. ഇപ്പൊ ആ നിക്ഷേപം മടക്കി വാങ്ങിയവർ തന്നെ ചിലർ നിക്ഷേപിച്ചിട്ട് പോകുന്നു. അതാ രസം. അതോടൊപ്പം വായ്പ കൊടുത്തു തുടങ്ങി. സ്വർണ്ണപ്പണയ വായ്പ സാധാരണ നിലയിൽ ആ ബാങ്കിന്റെ പ്രവർത്തനം എത്തിച്ചു. ഓക്കെ. മറ്റൊരു കാര്യം, ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പാർട്ടി താഴെത്തട്ടിലൊക്കെ വളരെ ശക്തമായിട്ടുണ്ടാവും. ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞു, സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നു. അപ്പോ അതിനിടയ്ക്ക് വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങൾ, ധനപ്രതിസന്ധി, ഇത് ഒരു ആശങ്കയായിട്ട് മാറുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ധനപ്രതിസന്ധിയേ ഇല്ല എന്ന് ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിലെ ആദ്യത്തെ വാചകം നാം പ്രതിസന്ധിയെ മറികടന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത രേഖപ്പെടുത്തുന്നു എന്നാണ്. അതിന്റെ അർത്ഥം കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു, ആ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ച ചട്ടം 300 അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. ഇനി ആ പെൻഷൻ കുടിശ്ശിക പോലും ഇനി 3 കൊടുക്കാനുള്ളൂ. ബാക്കിയുടെ കൊടുത്ത് തീർക്കും. ഇപ്പോൾ തീർത്തു എന്ന് മാത്രമല്ല, ഓരോന്നും നടപ്പാക്കി വരികയാണ്. പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ ആത്മവിശ്വാസമുണ്ട്. നിശ്ചയമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഈ കുടിശ്ശിയെല്ലാം കൊടുത്തു തീർത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിയും പരിഹരിച്ച് ഈ രംഗത്ത് നമ്മുടെ സമാധാനപൂർവ്വ ശാന്തമായ ഒരു അന്തരീക്ഷം കേരളം കടന്നുപോകുന്ന ഒരു സ്ഥിതിവിശേഷം പൊതുവിൽ ജനങ്ങൾക്ക്. പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ കണക്കാക്കുന്നത് പാർട്ടിക്കുള്ളിലെ സോഷ്യൽ എഞ്ചിനീയറാണ് ശ്രീ VN വാസുദേവൻ എന്നാണല്ലോ. പ്രത്യേകിച്ച് എല്ലാ സമുദായ വിഭാഗങ്ങളുമായിട്ടും ഒരു എഞ്ചിനീയറിംഗ് നടത്തുന്നതിൽ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ വന്യജീവി വിഷയത്തിൽ സർക്കാർ രാജിവെക്കണമെന്ന് വരെ സഭാ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. വന്യമൃഗത്തിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയും പരിമിതിയും എല്ലാവർക്കും അറിയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ വനാവകാശ നിയമത്തിൽ, വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിയൂ. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ വേണ്ടി ഇന്നലെ ചേർന്ന ഉന്നതതല സമിതി യോഗം ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. ഓക്കെ. അപ്പോൾ സഭാ നേതൃത്വത്തിന്റെ ഈ ഒരു വിയോജിപ്പിനെ എങ്ങനെ മറികടക്കുമെന്നാണ്? ഇല്ല, സഭാ നേതൃത്വം സ്വാഭാവികമായിട്ട് കാട്ടാനകളുടെ ശല്യവും വന്യമൃഗങ്ങളുടെ ശല്യവും വരുമ്പോൾ ആളുകൾ നാശം സംഭവിച്ചാൽ രോഷാകുലരാകും. അത് സ്വാഭാവികമാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ അസംതൃപ്തി അവർ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ആ അസംതൃപ്തിക്ക് പരിഹാരം കാണാനുള്ള പരിശ്രമത്തിലേക്ക് ഗവൺമെന്റ് വരുമ്പോൾ ആ വിഷയത്തിന്റെ രോഷാകുലത കുറയും.
അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള യോജിച്ച നീക്കങ്ങൾ നടത്തേണ്ടതായി വരും. ഓക്കെ, താങ്ക് യു. അപ്പൊ എനിക്കൊരു സഭയിലേക്ക് പോകാൻ സമയമായി. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.